എന്താ ചെറുപ്പക്കാരി ഓണമായിട്ട് എന്താ വിശേഷം? ഓണം ഊണ് കഴിച്ചോ? ആയിട്ടില്ലേ? നേരം വൈകുന്നേരമായി. ഞാന് 2:30 എങ്ങനെയാണോ? 2:30 കഴിക്കുള്ളൂ. നിങ്ങൾ ടൈം കണക്കാക്കി വന്നതാ? 2:30 എങ്ങനെയാണോ? ടൈം കണക്കാക്കി. ഞാനും കഴിച്ചിട്ടില്ല, ഇന്ന് ഇവിടുന്നാ കഴിക്കുന്നേ. ആ, എനിക്ക് എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? എന്നോട് അന്ന് ജയിച്ചു വരാൻ പറഞ്ഞു. നമ്മള് ജയിച്ചു എന്ന് പറയാം. ഏറ്റവും ഭാഗ്യകാരനെ വേഗം വേഗം വരും. ഇപ്പൊ കഴിഞ്ഞു ലാസ്റ്റ് പ്രോഗ്രാമില പെട്ടെന്ന് ഇറങ്ങും. നയൻതാര നമുക്കൊപ്പം ചേർന്നുണ്ട്. താര, ഷാഫി പറമ്പിൽ അന്നൊരു വാക്ക് കൊടുത്തിരുന്നു, കാണാൻ വരുമെന്ന്. ആ വാക്ക് ഷാഫി പറമ്പിൽ പാലിച്ചിരിക്കുകയാണ്. എന്തായാലും ചിരുതാമ്മയുടെ ഓണം ഇരട്ടി മധുരമുള്ളതായി അല്ലേ? ഉത്രാട ദിനത്തിലാണ് ഷാഫി പറമ്പിൽ അമ്മയെ ഞെട്ടിച്ചുകൊണ്ട് ഈ വീട്ടിലെത്തുന്നത്. അമ്മയ്ക്കൊരു കോടി മുണ്ടൊക്കെ ആയിട്ടാണ് ഷാഫി എത്തിയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്താണ് ഈ അമ്മയെ ഞാനാണ് അന്ന് വാർത്ത ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ വാർത്തയും അതുപോലെ തന്നെ ഷാഫിയെ കാണണമെന്ന് അമ്മ പറയുന്നു. ഫോണിലൂടെ വീഡിയോ കോൾ ചെയ്ത് അമ്മയോട് സംസാരിക്കുന്നത്, അതായത് ഷാഫി പറയുന്നുണ്ട് ചെറുപ്പക്കാരിക്ക് എന്നെ മനസ്സിലായോ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ അതുപോലെ ഞങ്ങൾ അന്ന് നൽകിയ വാർത്തയൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അപ്പം അതേപോലെ തന്നെയാണ് അന്ന് ഷാഫി അമ്മയുടെ അടുത്ത് വരുമ്പോൾ ചെറുപ്പക്കാരിക്ക് എന്നെ മനസ്സിലായോ, ഭക്ഷണം കഴിച്ചോ, ഓണമൊക്കെ എവിടം വരെ ആയി എന്ന രീതിയിലൊക്കെയാണ് ഷാഫി സംസാരിക്കുന്നത്. അന്ന് ഈ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു. ഇന്നിപ്പോൾ ഈ അമ്മേനെ കാണുമ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ 104 വയസ്സുകാരിയായ ചിരുതാമ്മയാണെന്ന്. ചിരുതാമ്മ സന്തോഷത്തോടു കൂടി ഈ ഒരു ഓണം ചിരുതാമ്മയ്ക്ക് ഇരട്ടി മധുരമുള്ളതായിരുന്നു. കാരണം വിചാരിക്കാതെ ഒരു അതിഥി എത്തി. ഓണ ദിവസത്തിൽ കോടി മുണ്ടൊക്കെ കിട്ടി. ഒരുപാട് കുടുംബാംഗങ്ങളൊക്കെ പങ്കെടുത്തു. ആ ചടങ്ങിലാണ് ജനപ്രതിനിധിയായ ഷാഫിയും എത്തുന്നത്. എന്തായാലും ചിരുതാമ്മയെ മറക്കാത്ത ഷാഫിക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. കാരണം അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു, കാണാൻ വരുമെന്ന്. ഷാഫി അത്രയും ഇഷ്ടമായിരുന്നു ചിരുതാമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലം, ചിരുതാമ്മയുടെ ഓണക്കാലം അത്രയും അതിമധുരമാക്കിയത് ഷാഫി പറമ്പിലാണ്. ചിരുതാമ്മയും ഇതുപോലെ ചെറുപ്പക്കാരിയായിട്ട് കൂടുതൽ സന്തോഷവതിയായി ഇനിയും ജീവിക്കട്ടെ എന്നുകൂടി പറയുകയാണ്.